ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്കത് കണ്ടാലോ. ഈ രണ്ട് ബോക്സിനകത്താണ് ഇയറിങ്സ് ഞാൻ വെച്ചേക്കുന്നത്. ഫസ്റ്റ് ചെറിയ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ഇയർ ചെയിൻ്റെ കൂടെ മാച്ച് ചെയ്ത് പോകുന്നത്. പിന്നെ ഞാൻ എല്ലാം ഇതേപോലെ ഫ്ലിപ്പ് കവറിൽ വെച്ചാണ് ഇയറിങ്സ് ഒക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ മിക്സ് ആയിട്ടൊരു ബോക്സിൽ ഇടുമ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, ഇയറിങ്സ് ഒന്നും ചീത്തയാവത്തുമില്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അറൗണ്ട് ഒരു 300 സംതിങ് ആ റേഞ്ച് വരെ. ഞാൻ ലിങ്ക് കൊടുത്തേക്ക്, ഇഷ്ടമുള്ളവർക്ക് വാങ്ങാമല്ലോ. പിന്നെ വന്നിട്ട് ഒരു ഗോൾഡൻ ഇയറിംഗ് ആണ്, ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്നൊരു ഇയറിംഗ്. താഴെ ഇങ്ങനെ ജിമിക്കീസ് ഒക്കെ ഉണ്ട്. ഒരു നല്ലൊരു അത്യാവശ്യം വെയിറ്റ്, വലിയ വെയിറ്റ് ഇല്ല, അത്യാവശ്യം നമുക്ക് ഇടാം, കുഴപ്പമില്ല. ഇത് വന്നിട്ടൊരു ജിമുക്കയാണ്, ഓക്സിഡൈസ് ആയിട്ട് വരുന്ന ഒരു ഇയറിംഗ് ആണ്. ജിമുക്ക വെയിറ്റ്ലെസ് ആണ്, നല്ലൊരു ഇയറിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ലോട്ടസ് ആണ്. ലോട്ടസിൻ്റെ ഒരു ഇയറിങ്സ് ആണ്. അതിങ്ങനെ മണി ഇങ്ങനെ ക്ലീനിങ്ങൊക്കെ ചെയ്യും, അതിൻ്റെ താഴെ കൊടുത്തേക്കുന്ന മുത്തൊക്കെ. പിന്നെ വന്നിട്ട് പിന്നെ ഒരു ജിമുക്കായാണ്. അതാണെങ്കിൽ ഒരു മിക്സഡ് കളർ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഏത് കോസ്റ്റ്യൂമിൻ്റെ കൂടെ വേണമെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം മാച്ചായിട്ട് പോകുന്നതാണ് ഈ ഒരു ഇയറിംഗ് വന്നിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ബോക്സിൽ ഇത്രയും ഇയറിങ്സേ ഉള്ളൂ. നമുക്കങ്ങനെ നെക്സ്റ്റ് സെക്കൻഡ് ബോക്സ് കാണാം. സെക്കൻഡ് ബോക്സിൽ ഇരിക്കുന്ന ഇയറിംഗ് എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്, ഒരു പാർട്ടി വെയർ. നിറയെ സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത്. ഇതൊരു അറൗണ്ട് 200 സംതിങ് ആ റേഞ്ചേ ഉള്ളൂ. അത് ലാഭമാണ് നമുക്ക് ആ റേറ്റിന് അത്രയും ഫുൾ സ്റ്റോൺ വരുന്ന ഒരു ഇയറിംഗ് കിട്ടുകയെന്ന് വെച്ചാൽ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു 400 സംതിങ് ആ റേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ആ അത്രയും റേറ്റ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റോൺസും ബീഡ്സും ഒക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നത്. താഴത്തെ ആ മുത്തൊക്കെ വന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പീകോക്ക് ആണ്. നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ് ഇത്. നമുക്ക് ഡെയിലി ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണിത്. പിന്നെ ഈ ഒരു ഇയറിങ് ഒരുപാട് പേര് പറഞ്ഞിട്ട് നല്ല രസമുള്ളൊരു ഇയറിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം ഞാനത് ക്ലീൻ ചെയ്ത് റിമൂവർ വെച്ചപ്പം അതങ്ങ് മാഞ്ഞു പോയി, അതിൻ്റെ സൈഡിൽ ഒന്ന് വൈപ്പ് ചെയ്തപ്പോഴത്തേക്ക്. പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്. ഇപ്പോഴും വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് നല്ല ഇയറിങ് ആണല്ലോ എന്ന്. പിന്നെ ഇതിനകത്തൊരു ബാങ്കിൾ ഇരുന്നേ, അത് പിന്നെ ജസ്റ്റ് എടുത്ത് കാണിച്ചതന്നേ ഉള്ളൂ നിങ്ങളെ. ഇരുന്നത് കൊണ്ട് പിന്നെ ഞാനത് മാറ്റി വെച്ചില്ല. നെക്സ്റ്റ് വന്നിട്ട് ഒരു ജിമുക്കായ, അത് പക്ഷേ ഇളകിപ്പോയി. പിന്നെ പക്ഷേ അതിനകത്തോട്ട് ഇട്ട് നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു റിങ്, ഒരു ബ്ലൂ കളറിൽ. നെക്സ്റ്റ് ആണ് ഒരു ഹാങ്ങിങ്, അത് സിമ്പിളായിട്ടൊരു ഹാങ്ങിങ്. പിന്നെ ഇതൊരു ഗോൾഡന് ഒരു മജന്ത കളറുള്ള സ്റ്റോണും കൂടെ വന്നിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. നല്ലൊരു ഇയറിംഗ് ആണ്. പിന്നെ ഇതൊരു റിങ് ടൈപ്പിൽ മുത്ത് ടൈപ്പൊക്കെ വന്നിട്ടുള്ള ഒരു തരം സിമ്പിൾ ഒരു ഇയറിംഗ്. ഇതൊരു ഇയറിംഗ് തന്നെ, ബ്ലൂ കളറിലാണ്. ഈ ഇയറിംഗ് ഒത്തിരി വർഷത്തിന് മുന്നേ, ഒരു 5-6 കൊല്ലത്തിന് മുന്നേ ഞാൻ വാങ്ങിയൊരു ഇയറിംഗ്. പക്ഷേ ഇപ്പോൾ ഇത് ട്രെൻഡായിട്ട് എല്ലാ കളേഴ്സ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആ ടൈപ്പ് ഇയറിങ്സ് ഒക്കെ. പിന്നെ ഇതൊരു അതൊരു സിമ്പിളായിട്ടുള്ള ഇയറിംഗ്, അത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഇയറിങ്സ് ആണ് അതൊക്കെ. അതും ഇതേപോലെ തന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സിമ്പിൾ ഇയറിങ്സാണ്. പിന്നെ ഇതൊരു വൈറ്റ് സ്റ്റോൺ വരുന്നത്. ഇത് പണ്ടൊക്കെ ഗൾഫിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കമ്മലൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ കൊണ്ടുവരുമായിരുന്നു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഫാഷനൊക്കെ തീർന്ന് ഇപ്പോൾ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു ഉത്സവത്തിന് പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ് ഞാനത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇത് ഒരു പീകോക്കിൻ്റെ കമ്മലാണ്, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയറിങ്. ഇതൊരു ജിമുക്ക, ബ്ലൂ കളറിലെ നല്ലൊരു ജിമുക്കയാണ്. പിന്നെ ആ ഇയർ ചെയിൻ ഫസ്റ്റ് ഞാൻ കാണിച്ച കമ്മലിൻ്റെ കൂടെ ഇടുന്നത്, കാരണം അത് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് സപ്പോർട്ടിന് വേണ്ടി. പിന്നെ ഈ ഇയറിങ് ഞാൻ ഗോവയിൽ നിന്ന് വാങ്ങിച്ചതാണ്, കോളേജിൽ നിന്ന് ടൂറ് പോയ ടൈമിൽ. ഇതും സെയിം അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്, ഗോവയിൽ നിന്ന് തന്നെ. പിന്നെ ഇത് ലാസ്റ്റ് ആണ്, ഒരു റിങ് ആണ്, ഒരു ഗ്രീൻ സ്റ്റോൺ ഒക്കെ വരുന്ന ടൈപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഇയറിങ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇയറിങ്സ് വീഡിയോസ്, ഇങ്ങനെ ജ്വല്ലറി വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഞാൻ ചെയ്യാം.
എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇയറിങ്സ് ആണ്, കുറച്ച് കളക്ട് ചെയ്ത് ഞാൻ വെച്ചേക്കുന്ന ഇയറിങ്സ് ഒക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇഷ്ടം, ഇതേപോലെ ജ്വല്ലറി ഷോപ്പിംഗ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് പറ. അപ്പം അങ്ങനെ പറയുവാണ് ഞാൻ ഇനി നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്താം. അപ്പം ഇഫ് യു ലൈക്ക് മൈ ചാനൽ എന്താ ചെയ്യണ്ടേ? ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.